ബഹുമാന്യനായിട്ടുള്ള UDFന്റെ കാലത്ത് അന്നത്തെ ബഹുമാന്യനായിട്ടുള്ള ആരോഗ്യ വകുപ്പ് മന്ത്രി നിയമസഭയിൽ കൊടുത്ത മറുപടിയാണ് സർ. നമുക്കൊന്ന് നോക്കാം. ചോദ്യം ചോദിച്ചിരിക്കുന്നത് അന്നത്തെ MLA ആയിരുന്ന ശ്രീ ജെയിംസ് മാത്യു ആണ്. അതില് ചോദ്യം ഇതാണ്: ഇക്കാലയളവിനുള്ളിൽ ഇതുവരെ സർക്കാർ ആശുപത്രിയിൽ തിമിര ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് കാഴ്ചശക്തി നഷ്ടപ്പെട്ടവർ എത്ര? അവർ ആരെല്ലാം? അവർക്ക് എന്തൊക്കെ ധനസഹായം നൽകിയിട്ടുണ്ട്? സർ, ചോദ്യം ചോദിച്ചിരിക്കുന്നത് 2014 ഡിസംബർ മാസത്തിലാണ് സർ. ഉത്തരം: 5 പേർക്ക് തിമിര ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് കാഴ്ചശക്തി നഷ്ടപ്പെട്ടിട്ടുണ്ട് സർ. വിജയലക്ഷ്മി, രാജൻ, തങ്ക, ബാലൻ, കുട്ടപ്പൻ. തിമിര ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് കാഴ്ചശക്തി നഷ്ടപ്പെട്ടവർക്ക് ആരോഗ്യ വകുപ്പിൽ നിന്ന് ധനസഹായം നൽകിയിട്ടില്ല സർ. ഇത് പറയുമ്പോ ഇതെന്തിനാ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, അവർ പറഞ്ഞതുപോലെ കാഴ്ചയില്ലാതെ തിമിര ശസ്ത്രക്രിയ ചെയ്ത കാറ്ററാക്ട് സർജറിയാണ് സർ. ഈ ഘട്ടത്തിൽ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ, ഇവിടെ നിന്ന് നമ്മുടെ തൊട്ടടുത്ത് ജനറൽ ആശുപത്രിയിൽ ഈ ശനിയാഴ്ച ഒരു ശസ്ത്രക്രിയ നടത്തി സർ. അത് ട്രാൻസ്പ്ലാന്റ് സർജറിയാണ്. കോർണിയ മാറ്റിവെച്ചു സർ. നേത്രപടലം മാറ്റിവെച്ചു. നേത്രാന്തത മാറ്റുന്നതിന് വേണ്ടി നേത്രപടലം മാറ്റിവെച്ചു. രാജ്യത്ത് ആദ്യമായ ഒരു ജില്ലാ ആശുപത്രിയിൽ സർ അവിടെ കോർണിയ ട്രാൻസ്പ്ലാന്റേഷൻ നടന്നു. അവിടെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി. ആ രോഗി സുഖമായിട്ട് പോവുകയാണ് സർ. സർ, കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം ഈ ചോദ്യോത്തരങ്ങളിലൂടെ നമുക്കൊന്ന് പെട്ടെന്നൊന്ന് പോവാം സർ. 2014 വീണ്ടും ഒരു ചോദ്യം. ജെയിംസ് മാത്യു MLA, അന്നത്തെ MLA തന്നെയാണ് സർ. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഇപ്പോൾ എത്ര നഴ്സസ് ജോലി നോക്കുന്നുണ്ട്? 1438. എത്ര ഒഴിവുണ്ട്? 831. പകുതി ആളുകൾ പോലും തൽസ്ഥാനത്തില്ല സർ. അന്നത്തെ ഒരു സ്ഥിതിയാണ് സർ. സർ, ഈ സർക്കാർ അധികാരമേറ്റതിന് ശേഷം നാളിതുവരെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ യഥാസമയം ലഭ്യമല്ലാത്തത് മൂലവും സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ പിഴവ് മൂലവും മരണപ്പെട്ടതും അംഗവൈകല്യം സംഭവിച്ചതും എത്ര പേർക്കാണ്? സർ, ഉത്തരം 16 പേരാണ് സർ. അന്നത്തെ UDFന്റെ കാലഘട്ടത്തിൽ സർ. എന്നാണ് കൊടുത്തത്? 2016 ഫെബ്രുവരി മാസം 12-ാം തീയതി UDF സർക്കാരിന്റെ അവസാന കാലത്ത് അന്ന് കൊടുത്ത മറുപടിയാണ് സർ. അടുത്തൊരു ചോദ്യം കൂടിയുണ്ട്, ഞെട്ടിക്കുന്നതാണ് സർ. ഇക്കാലയളവിനുള്ളിൽ നാളിതുവരെ വിവിധ സർക്കാർ ആശുപത്രികളിൽ പ്രസവത്തിനിടയിലും പൂർണ്ണ ഗർഭിണിയായിരിക്കുകയും എത്ര പേർ മരണപ്പെട്ടു എന്ന് വ്യക്തമാക്കാമോ? 950 പേർ സർ. 950 പേർ നിയമസഭയിൽ കൊടുത്ത മറുപടിയാണ് സർ. സർ, നേരത്തെ ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ മൂവാറ്റുപുഴ MLA അദ്ദേഹം പറഞ്ഞില്ലേ മാതൃമരണ നിരക്കിന്റെ കാര്യം? ഞാൻ അതിനെക്കുറിച്ച് പറയാം. തിരുവിതാംകൂർ കൊച്ചി രാജഭരണ കാലത്തെ ഒന്ന് കാര്യം പറയണ്ടല്ലോ സർ. നമുക്ക് 2016 10 വർഷം മുമ്പുള്ള കാര്യത്തിലേക്ക് ഒന്ന് പോകാം. എത്രയായിരുന്നു സാർ അന്നത്തെ മാതൃമരണ നിരക്ക്? 43 ആയിരുന്നു സാർ. 43. ഞാൻ മരണപ്പെട്ട അമ്മമാരുടെ, സ്ത്രീകളുടെ കണക്കാണ് ഈ സഭയിൽ അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി കൊടുത്ത. 950 പേർ മരിച്ചു എന്ന കണക്കാണ് സാർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. സാർ, ചില പത്ര കട്ടിങ്ങുകൾ കൂടി ഞാൻ വീണ്ടും മറുപടികളിലേക്കുണ്ട്. അതിലേക്ക് വരുന്നതിന് മുൻപ് പത്ര കട്ടിങ് സാർ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞതുകൊണ്ട് കേരളം ICUവിൽ സാർ രോഗികളെ കൊണ്ട് തിങ്ങി നിറഞ്ഞ ആശുപത്രി വരാന്തയിൽ ബഹുമാനപ്പെട്ട MLA നേരത്തെ പറഞ്ഞല്ലോ, തളർന്നവശയായി അവർ നിൽക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകളായി. ഇനി നിരവധി പേർ ക്യൂവിലുണ്ട്. ഇനി അങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് സാർ, പ്രമേഹം സംബന്ധമായ അസുഖത്തിന് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഡോക്ടറെ കാണാൻ എത്തിയതാണ് വാമനപുരം സ്വദേശി പ്രഭ. മെഡിക്കൽ കോളേജായി കൊട്ടിയാഘോഷിച്ച് പ്രഖ്യാപനം നടത്തിയ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നിന്നുള്ള കാഴ്ചയാണിത്. ആവശ്യത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെയും മതിയായ ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കാതെയും ജനത്തിന്റെ കണ്ണിൽ പൊടിയിടാനായി ഒരു ആശുപത്രി. സർ, UDFന്റെ കാലഘട്ടത്തിലാണ്, 2015 സർ. 2015 സർ ഇത് വന്നിട്ടുള്ളത്. സർ, രൂക്ഷ വിമർശനവുമായി മനുഷ്യാവകാശ കമ്മീഷൻ കൊച്ചിൻ ക്യാൻസർ സെന്റർ ജലരേഖയായി. ബഹുമാന്യനായിട്ടുള്ള രാജീവ് മിനിസ്റ്റർ ഇവിടെ ഉണ്ടല്ലോ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ കൂടി ജില്ലയാണ് എറണാകുളം ജില്ല സർ. അദ്ദേഹവും പങ്കെടുക്കണം ആ ചടങ്ങിൽ. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് സർ. മധ്യ കേരളത്തിലെ ഏറ്റവും വലിയ ക്യാൻസർ സെന്റർ സർ, കൊച്ചിൻ ക്യാൻസർ സെന്റർ. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് അവിടെ പൂർത്തിയായി എന്നുള്ളത് മാത്രമല്ല, എക്യുപ്മെന്റ്സ് എല്ലാം ലഭ്യമാക്കിയിട്ടുണ്ട്. തസ്തികകൾ ഉൾപ്പെടെ സൃഷ്ടിച്ചിട്ടുണ്ട് സർ. ജലരേഖയായി റിസർച്ച് സെന്റർ തന്നെയാണ് സർ. അത് ക്യാൻസറിന്റെ റിസർച്ച് സെന്റർ ആണ്. UDFന്റെ കാലത്ത് ജലരേഖയായി ഒരു കല്ല് പോലും ഇല്ലാതിരുന്ന ഒരിടത്താണ് സർ. അവിടെ ഒന്നാന്തരം കല്ലുമില്ല സർ. അവിടെ ഒരു കൊച്ചിൻ ക്യാൻസർ സെന്റർ അത് നിർമ്മിച്ചിരിക്കുന്നത് സർ. സർ, അടുത്തൊരു വാർത്ത സർ. സർക്കാർ ആശുപത്രികളിൽ ലാബ് സൗകര്യം ഇല്ല. രോഗികൾ സ്വകാര്യ ലാബുകളെ ആശ്രയിക്കുന്നു. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന എന്തിനെ കുറിച്ചാണ് സർ? കാത്ത് ലാബിനെ കുറിച്ചാ. അതായത് സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ ജില്ലാ ആശുപത്രിയിൽ ഒരുക്കിയതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ UDF 10 വർഷം മുമ്പുള്ള, എനിക്ക് തോന്നുന്നു ഇത് മാതൃഭൂമിയാണെന്ന് തോന്നുന്നു,
അതിലുള്ള ഒരു വാർത്തയാണ്. സർക്കാർ ആശുപത്രികളിൽ ലാബ് സൗകര്യമില്ല, രോഗികൾ സ്വകാര്യ ലാബുകളെ ആശ്രയിക്കുന്നു. 250 ലാബ് തുടങ്ങുമെന്ന പ്രഖ്യാപനം നടപ്പായില്ല. ഞാൻ പറയട്ടെ സർ, കേരളത്തിന്റെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും എല്ലാ എം എൽ എമാരുടെയും നിയോജക മണ്ഡലത്തിൽ അവിടെ ലാബുകൾ നെറ്റ്വർക്ക് തീർത്തുകൊണ്ട് ലാബ് നെറ്റ്വർക്കിംഗ് സംവിധാനം ഒരുക്കി സർ. സർ, ഇനിയൊരു കാര്യം ചോദിക്കട്ടെ സർ, ഇനിയൊരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ സർ. കേരളത്തിലുള്ള കാത്ത് ലാബുകളിൽ ഏതെങ്കിലും ഒന്ന്, മെഡിക്കൽ കോളേജുകളിലെ കാത്ത് ലാബുകളിൽ ഏതെങ്കിലും ഒന്ന് UDF-ന്റെ കാലത്ത് തുടങ്ങിയിട്ടുണ്ടോ സർ? UDF-ന്റെ കാലത്ത് കേരളത്തിലെ തിരുവനന്തപുരം, കോട്ടയം, തൃശൂർ സർ, ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ UDF-ന്റെ തുടങ്ങിയിട്ടുണ്ടോ? അവരെല്ലാം ഉണ്ടായിരുന്നല്ലോ. വിഷ്ണു നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ അവർ വേണ്ടിയിട്ടല്ലോ. നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ ക്ഷമാപൂർവ്വം കേട്ടിട്ടില്ല. സാർ കേരളം